തൊട്ട് ചോദിക്കുന്നുണ്ട്. ഇപ്പോഴാണ് തീരാറായപ്പോഴാണ് മുന്നിൽ പറയാം മുന്നിൽ പറയാം പ്രേക പ്രേക നേരം വൈകുക നേരം വൈകിട്ട്
സഹോദരനെയും ഈ രാജ്യത്തിൽ ഒരു മുസ്ലിം സഹോദരനും ഈ രാജ്യത്ത് നിന്ന് പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കുന്നതിന് വരെ പുറത്തു പോയിട്ടില്ല. ശരിയല്ലേ? ശരിയല്ലേ? നമ്മുടെ ആവേശോജ്വലമായ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലെ കരുത്തയായ സാരഥി, ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ സമർത്ഥയായ സാരഥി ശ്രീമതി ശോഭാ സുരേന്ദ്രൻ നമ്മുടെ ഈ വേദിയിലേക്ക് കടന്നു വന്നിരിക്കുകയാണോ? ബോലോ ഭാരത് മാതാ കി. ഗോവ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലം സ്ഥാനാർത്ഥി ശ്രീമതി ശോഭാ സുരേന്ദ്രന് ചെട്ടികുളങ്ങര മണ്ഡലത്തിന്റെ സ്വീകരണ പരിപാടിയുടെ ഉദ്ഘാടന കർമ്മമാണ് ഇവിടെ നടക്കുന്നത്. ആ ഉദ്ഘാടന കർമ്മം സ്വീകരിക്കേണ്ട ആളുകൾ ലിസ്റ്റ് ഞാനിവിടെ വായിക്കുന്നുണ്ടാവും. പറഞ്ഞോ. ആദ്യമായി സ്വീകരിക്കുന്നത് ചെട്ടികുളങ്ങര മണ്ഡലത്തിലെ ബിജെപിയുടെ സമരനായിക മണ്ഡലം അധ്യക്ഷ ശ്രീമതി മോനിഷ മോഹനെ ക്ഷണിച്ചുകൊള്ളു. മണ്ഡലം ജനറൽ സെക്രട്ടറി ഏറെ ബഹുമാനീയനായ പഴയകാല സംഘടനാ പ്രവർത്തകൻ കൂടിയായിട്ടുള്ള ശ്രീമാൻ ദേവാനന്ദനെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. മഹിളാ മോർച്ചയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം ശ്രീമതി വിനോദിനി ചേച്ചിയെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. യുവമോർച്ചയുടെ ജില്ലാ പ്രസിഡന്റും ഈ പ്രദേശത്തുകാരനും യുവാക്കളുടെ ഹരമായി മാറിയ ശക്തനായ ആലപ്പുഴ ജില്ലാ സമരനായകൻ ശ്രീമാൻ ഹരിഗോവിന്ദനെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. മണ്ഡലം വൈസ് പ്രസിഡന്റ് ശ്രീമാൻ കണ്ണൻ ബാബു ആദരപൂർവ്വം ക്ഷണിക്കുന്നു. പടിഞ്ഞാറ് മേഖലയുടെ ബിജെപിയുടെ സമരനായകൻ ശ്രീമാൻ ചന്ദ്രകരിപ്പിഴ, ജനറൽ സെക്രട്ടറി രഞ്ജിത്ത്, 15ാം വാർഡ് മെമ്പർ അജിത, 43 ബൂത്ത് കമ്മിറ്റി പ്രസിഡന്റ് ഗോപകുമാർ, സെക്രട്ടറി കാളിദാസൻ തുടങ്ങിയവരെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഇനി ആരെങ്കിലും സ്വീകരിക്കാൻ താല്പര്യമുള്ളവർ വേദിയിലേക്ക് കടന്നു വരണമെന്നോ അഭ്യർത്ഥിക്കുകയാണ്. സൈഡിൽ നിന്ന് കൊടുക്കണേ. സൈഡിൽ ഫോട്ടോ എടുക്കണ്ടേ? സ്വീകരിക്കാൻ താല്പര്യമുള്ളവർ ബോധത്തിന്റെ ആരെങ്കിലും ഉണ്ടെ പെട്ടെന്ന് വേണം. ആർക്കും സ്വീകരിക്കാം. ചേച്ചിയുടെ കണ്ടില്ല. നോക്കണം. ഇവിടെ നിന്ന് ആവേശോജ്വലമായ സ്വീകരണത്തിന് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ സ്വീകരണ സമ്മേളനത്തിന്റെ ഉദ്ഘാടന കർമ്മങ്ങൾ കഴിഞ്ഞ ഈ സമയത്ത് നമ്മളോട് നാട്ടിലെ ജനാധിപത്യ വിശ്വാസികളോട് ശോഭ ചേച്ചി
സംസാരിക്കുന്നതാണ്. അതിനായി ശോഭിച്ചേച്ചി ആദരപൂർവ്വം ക്ഷണിക്കും. ഈ വേദിയിൽ സ്വാഗതം ആശംസിച്ച ശ്രീമാൻ ചന്ദ്രൻ, അധ്യക്ഷത വഹിക്കുന്ന ശ്രീമതി മോനിഷ, ശ്രീ രമേശ് കൊച്ചുമുറി, ശ്രീമാൻ ഹരിഗോവിന്ദ്, പ്രൊഫസർ ശ്രീ കെ ശിവശങ്കരപിള്ള, ശ്രീ രാമദാസ്, ശ്രീ രഞ്ജിത്ത്, വേദിയിലും സദസ്സിലുമുള്ള സ്നേഹനിധികളായിട്ടുള്ള സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും ഹൃദയപൂർവ്വം നമസ്കാരം. നമ്മളെല്ലാവരും ഈ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന്റെ തീവ്രമായ നിമിഷങ്ങളിലൂടെ കടന്നു പോവുകയാണ്. ഭാരതീയ ജനതാ പാർട്ടിയുടെ കരുത്തും ആവേശവുമായിട്ടുള്ള ആരാധനായിട്ടുള്ള അമിത്ഷാജി 24-ാം തീയതി രാവിലെ 10 മണിക്ക് ആലപ്പുഴയിൽ എത്തുകയാണ്. നാളെ മഹിളാ മോർച്ചയുടെ ഓൾ ഇന്ത്യ അധ്യക്ഷ ശ്രീമതി വാനതി ശ്രീനിവാസൻ കോയമ്പത്തൂരിൽ ശ്രീമാൻ കമൽഹാസനെ തെരഞ്ഞെടുപ്പിൽ തോൽപ്പിച്ച ഭാരതീയ ജനതാ മഹിളാ മോർച്ചയുടെ അനിഷേധ്യയായിട്ടുള്ള അധ്യക്ഷ നമ്മുടെ പ്രകടന പത്രിക മാധ്യമ സുഹൃത്തുക്കളോടും ജനങ്ങളുടെയും മുന്നിൽ സമർപ്പിക്കാനായി നാളെ വരികയാണ് രാവിലെ. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇന്ന് തന്നെ രാവിലെ ആരാധനായിട്ടുള്ള നരേന്ദ്രമോദിജി എനിക്ക് എഴുതിയ ഒരു കത്ത്, ആ കത്തിന്റെ പകർപ്പ് എല്ലാ വീടുകളിലേക്കും എത്തിക്കണം. ഞാൻ അതിന്റെ കോപ്പി വരുന്ന നിമിഷങ്ങളിൽ അടുത്ത ദിവസം നിങ്ങളിലേക്കും കിട്ടുകയാണ്. എനിക്കതിൽ ഏറ്റവും വലിയ സന്തോഷമുള്ളത്, അദ്ദേഹം എഴുതിയിരിക്കുന്നത് ശോഭാ സുരേന്ദ്രനെ പോലെയുള്ള ആളുകൾ അദ്ദേഹത്തിന്റെ ടീമിനോടൊപ്പം ചേരുക എന്നുള്ളത് വളരെ സന്തോഷത്തോടു കൂടിയാണ് ആരാധനായിട്ടുള്ള പ്രധാനമന്ത്രി കാണുന്നത് എന്ന് അദ്ദേഹത്തിന്റെ വാക്കുകളാൽ കുറിക്കപ്പെട്ടപ്പോൾ, കഴിഞ്ഞ 10-30 വർഷത്തെ പൊതുപ്രവർത്തനവും കഴിഞ്ഞ 8 വർഷത്തോളം ആരാധനായിട്ടുള്ള നരേന്ദ്രമോദിജിയോടും കേന്ദ്രത്തിലെ അതിപ്രഗത്ഭന്മാരായിട്ടുള്ള നേതാക്കളോടുമൊപ്പം ഭാരതീയ ജനതാ പാർട്ടിയുടെ മെമ്പർഷിപ്പ് ഡ്രൈവിന്റെ കോ കൺവീനറായിട്ട് പ്രവർത്തിച്ച ഒരു സാധാരണക്കാരി എന്നുള്ള രീതിയിൽ അദ്ദേഹം ആലപ്പുഴയിലെ ജനങ്ങളോട് പറയുകയാണ്, ശോഭാ സുരേന്ദ്രന് ഒരവസരം നൽകിയാൽ അത് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഒന്നും നടന്ന വികസനമല്ല ആലപ്പുഴ പാർലമെന്റ് മണ്ഡലം കാണാൻ പോകുന്നത് എന്ന്. ഞാൻ അതിന് മോദിയാണ് ഗ്യാരണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ കൈപ്പടയിൽ ഒപ്പുവെച്ചുകൊണ്ടാണ് ഈ കത്ത് നമ്മുടെ മുന്നിലേക്ക് എത്തിയിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, അദ്ദേഹത്തിന്റെ പ്രതീക്ഷയും ആഗ്രഹവും അനുസരിച്ച് നമുക്ക് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലെ സമസ്ത മേഖലകളുടെയും വികസനത്തിനു വേണ്ടി പാർലമെന്റിൽ ചർച്ച ചെയ്യാൻ നിങ്ങളിൽ ഒരാളായി നിങ്ങളോടൊപ്പം ഞാൻ കടന്നു ചെല്ലണം എന്ന് ആഗ്രഹിക്കുന്നു. ഇവിടെ കൂടിയിട്ടുള്ള മുഴുവൻ പാർട്ടിയുടെ കർമ്മധീരരായിട്ടുള്ള സഹപ്രവർത്തകരോടും എനിക്ക് പറയാനുള്ളത്, നമ്മുടെ പ്രകടന ഇത്തവണ ഈ പാർലമെന്റ് മണ്ഡലത്തിന്റെ വികസനത്തിന് വേണ്ടി വോട്ട് ചെയ്യണം എന്ന് അവരോടും നിങ്ങൾ അഭ്യർത്ഥിക്കണം. കാരണം ഇത് മാറി മാറി ഭരണകൂടത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ട് ഈ പാർലമെന്റ് മണ്ഡലത്തെ ആകെ അധപ്പതനത്തിൽ എത്തിക്കാൻ സാധിക്കാതെ, ഏറ്റവും മുന്നേറ്റത്തിൽ എത്തിക്കാൻ സാധിക്കാതെ ഏറ്റവും അധപ്പതനത്തിന്റെ വക്കിലെത്തിച്ചു നിൽക്കുന്ന ഒരു ജില്ലയായിട്ട് ആലപ്പുഴ ജില്ല ഒട്ടാകെ മാറുകയും ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ അരൂർ മുതൽ കരുനാഗപ്പള്ളി വരെയുള്ള പ്രദേശങ്ങളിൽ നീതി നിഷേധം നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നവർക്ക് ഇനിയും ഒരവസരം നൽകരുത് എന്ന് നിങ്ങളാണ് പറയേണ്ടത്. ഇന്ന് രാജസ്ഥാനിലെ ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ആരാധനായിട്ടുള്ള മോദിജിയുടെ പ്രസംഗം പുറത്തു വന്നിട്ടുണ്ട്. ആ മോദിജി ചോദിച്ചത്, ഈ KC വേണുഗോപാൽ എന്ന് പറയുന്ന മനുഷ്യൻ രാജസ്ഥാനിൽ നിന്ന് അധികാരത്തിലേക്ക് പോയിട്ട് ഒരു കാര്യം പോലും രാജസ്ഥാനിലെ ജനങ്ങൾക്ക് വേണ്ടി ഇന്ന് വരെ എന്നോട് ആവശ്യപ്പെട്ടിട്ടില്ല എന്നുള്ള ആ മോദിജിയുടെ പ്രസംഗമുണ്ടല്ലോ, ആ പ്രസംഗം തന്നെയാണ് KC വേണുഗോപാൽ എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹം പോകുന്നത് പ്രതിഷേധിക്കാനാണ്, ആലപ്പുഴക്കാർക്ക് വേണ്ടി ഭരണത്തോടൊപ്പം ചേർന്നിരുന്നു കൊണ്ട് നന്മകൾ ചെയ്യാനല്ല എന്നതിന്റെ സൂചകമാണ് രാജസ്ഥാനിൽ തന്നെ ആരാധനായിട്ടുള്ള നരേന്ദ്രമോദി നടത്തിയ ആ പ്രസംഗം. ഇതെല്ലാം കേൾക്കുകയും കാണുകയും ചെയ്യുന്ന
കേരളത്തിലെ ജനസമ്മതിദായകരോട് എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാർ പറയണം, മന്ത്രിയായി MP ആയി അവസരം കിട്ടി ഒന്നും പാർലമെന്റിലേക്ക് കൊടുക്കാൻ സാധിക്കാത്ത പ്രതിപക്ഷത്തിരുന്നു കൊണ്ട് മോദിജിക്കെതിരെ മുദ്രാവാക്യം വിളിക്കാൻ ഒരാൾ പോകണമോ, അതോ നിങ്ങളുടെ പൂർണ്ണ സമയ ജോലിക്കാരിയായി നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ശോഭ പോകണമോ എന്നതാണ് ചോദ്യം. ആ ചോദ്യം എല്ലാവരോടും ചോദിക്കുമ്പോൾ ഈ പാർലമെന്റിലെ പാവപ്പെട്ടവരും പണക്കാരും വ്യവസായ പ്രമുഖന്മാരും കരിമണൽ കർത്തയെ പോലെ നാട് മുടിക്കുന്ന വ്യവസായികളല്ല, സ്വന്തം പണം